ഇത്തവണ ബി.ജെ.പി 400 സീറ്റുകൾ നേടുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. എവിടെയെല്ലാം ഏതെല്ലാം മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കുമെന്ന് കൃത്യമായ ധാരണ ബി.ജെ.പിക്കുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രചരണ വാചകമല്ല 400 സീറ്റുകൾ എന്നത്. ഇത് ബി.ജെ.പിയുടെ കൃത്യമായ കണക്കുകൂട്ടലിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ്. തെരഞ്ഞെടുപ്പ് സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും ബി.ജെ.പിക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും 400-ലധികം സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന്. മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന്. പ്രധാനമന്ത്രി പദം നരേന്ദ്രമോദി തന്നെ നിലനിർത്തുമെന്ന്. എവിടെയൊക്കെ ബി.ജെ.പി പുതുതായി അക്കൗണ്ട് തുറക്കുമെന്നും ഓരോ സംസ്ഥാനത്തും എത്ര മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ ഇപ്പോൾ. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. തമിഴ്നാട്ടിലും ഇത്തവണ ബി.ജെ.പി അക്കൗണ്ട് തുറക്കും. അണ്ണാമലൈ എന്ന ശക്തനായ നേതാവ് ബി.ജെ.പിയിലുള്ളപ്പോൾ അത് സാധ്യമാവുക തന്നെ ചെയ്യും. കേരളത്തിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ഏറെ പ്രതീക്ഷ നൽകുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ്. പശ്ചിമ ബംഗാളിൽ പാർട്ടി 30 സീറ്റ് നേടുമെന്നും ബീഹാറിൽ 2019 സ്ഥിതി വീണ്ടും പ്രാവർത്തികമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഒഡീഷയിൽ 16-ൽ കൂടുതൽ സീറ്റുകളും തെലങ്കാനയിൽ നിന്ന് 12 എം.പിമാർ ഉണ്ടാകും. ആന്ധ്രാപ്രദേശിൽ 18 സീറ്റ് വരെ നേടും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 400 സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ബി.ജെ.പി ഭരണഘടന മാറ്റിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു നടന്നിരുന്നു. ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു. 2014 മുതൽ വൻ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭരണഘടന മാറ്റുകയോ സംവരണത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല. മൂന്നാം തവണയും അങ്ങനെ തന്നെയായിരിക്കും. രാമക്ഷേത്രം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് തിരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.